ഫോൺ ഒരല്പം ചൂടായാൽ പിന്നെ ചാർജ് നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരല്പം ടെൻഷന് സാധ്യത വരുത്തുന്ന ഒരു ചിത്രമാണ് പാട്രിയറ്റ് മൂവി എന്നൊരു വൺ വേർഡിൽ എനിക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം ഞാനും പോയിരുന്നു സിനിമ കാണാൻ. ഇതൊരു മൂവി റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, അങ്ങനെ കണ്ടാൽ മതി. ഞാൻ ഈ പറയുന്ന പോലെ 18 വർഷത്തിന് ശേഷം നമ്മുടെ മമ്മൂക്കയെ ലാലേട്ടനെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാവുന്നതിനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഒരു തിയേറ്ററിലേക്ക് പോയത്. പക്ഷേ ഒരു ഫിലിം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും എൻ്റെ ഫേസിലുണ്ടായിരുന്നില്ല. കൂടാതെ എൻ്റെ കൂടെ ഫിലിം കണ്ട ആരുടെയും ഫേസിൽ ഞാൻ കണ്ടതുമില്ല. ഇനി നൈറ്റ് ഷോയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ട്രെയിലറിൽ നമുക്ക് സൂചന തന്നതുപോലെ തന്നെ സ്പൈവെയർ റിലേറ്റഡ് ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഓൾറെഡി ഇപ്പം നടക്കുന്ന കുറേയധികം സൈബർ കുറ്റങ്ങളുണ്ട്. ഒരു ക്ലിക്കിലൂടെ നമ്മുടെ സ്വകാര്യത ചോർന്നു പോകുന്നു. അതിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. ഈ പറയുന്ന നമ്മുടെ ഫോണിലെ ക്യാമറ പോലും നമ്മൾ ഓണാക്കാത്ത പോലെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം നമുക്ക് വരാം. അതൊക്കെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ. ഇതിൻ്റെയൊക്കെ തീവ്രമായ പ്രശ്നങ്ങളാണ് ഈ ഒരു ചിത്രവും ചർച്ച ചെയ്യുന്നത്. അത് വളരെ ഗൗരവത്തോടെ വളരെ സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന തരത്തിൽ നമ്മുടെ സംവിധായകനായ മഹേഷ് നാരായണൻ എടുത്തു വെച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് തിരക്കഥയും സംഭാഷണവും ഒക്കെ എന്നുള്ളതും അറിയാലോ. അതിൻ്റേതായൊക്കെ ഒരു മികവ് ആ ചിത്രം പുലർത്തിയിട്ടുണ്ട്. കൂടാതെ സെക്കൻഡ് ഹാഫിലാണ് ലാലേട്ടനെയും മമ്മൂക്കയും ഒരുമിച്ച് കാണാൻ സാധിച്ചത്. എന്താ പറയുക, ഏതെങ്കിലും ഒരു സീനിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നൊരു ഷോട്ട് കാണുമ്പോഴേക്ക് ആ ഒരു വാവ് സാധനം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ. എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണ്ടതും ഒക്കെയാണ് എനിക്കൊരു വാവ് ഫാക്ടർ തന്നത്. അല്ലാണ്ടൊരു വലിയൊരു സസ്പെൻസോ വലിയൊരു ത്രില്ലർ മൂവിന്നോ എന്ന് പറയാനുള്ള ഒരു ലെവലിലേക്ക് പാട്രിയറ്റ് മൂവി എത്തിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും വൺ ഡേ വാച്ചബിൾ തന്നെയാണ് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഫഹദ് ഫാസിലും ചാക്കോച്ചനും ഒക്കെ വന്നിട്ടുള്ള പാട്രിയറ്റ് മൂവി.